ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം അവിടെ അയക്കുന്നത് അവര് രമ്യതപ്പെടാനാണ്, അല്ലാതെ അതിന് എഴുതിക്കാത്ത എണ്ണ ഒഴിച്ചേച്ച് പോകാനല്ല. വിശേഷിച്ച് ഞാൻ ഈ മാതാപിതാക്കളും മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള കേസുകൾ ഞാൻ രണ്ടു കൂട്ടർക്ക് ഗുണദോഷം പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുക്കും, അങ്ങനെയാ കൊടുക്കേണ്ടത്. അമ്മയോട് പറഞ്ഞു കൊടുക്കും, അമ്മാമ്മ മക്കളല്ലേ, അങ്ങ് ക്ഷമിക്ക്, അവരോട് ക്ഷമിക്കുക, പോട്ടെ, പിള്ളേരല്ലേ. അമ്മാമ്മയല്ലാതെ പിന്നെ ആരാ, അല്ല അച്ഛനല്ലാതെ ആരാ ക്ഷമിക്കുന്നേ? അപ്പുറത്തെ അച്ഛൻ ക്ഷമിക്കുവോ? നമ്മളാ ക്ഷമിക്കണ്ട, ക്ഷമിക്കും. മക്കളോട് എന്ന് പറഞ്ഞു കൊടുക്കും. മാതാപിതാക്കൾ അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കുകയല്ല. തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ലെന്ന് ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ല, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടൊരു ഗുണം പറയാം. നമുക്ക് രണ്ടു കൂട്ടരെയും കാണുമ്പോൾ നമ്മൾ പമ്മണ്ട. ചിലർ രണ്ടു കൂട്ടരോട് വരുമ്പോൾ ചിലർ പമ്മും. അവർ പറഞ്ഞു ഞാൻ ഇന്ന് സമയത്തിന് വരുന്നില്ല, അവർ രണ്ടുപേരും വരുമെന്നാ. കാരണം രണ്ടിടത്തും ചെന്ന് സ്ക്രൂ വെച്ച് കൊടുത്താൽ ചായ വന്നിരിക്കുന്നത്. അമ്മയോട് പറഞ്ഞു കൊടുത്തു, അല്ലെ അപ്പനോട് പറഞ്ഞു കൊടുത്തു, ഒരു കാരണവശാലും ജോർജ് വിട്ടു കൊടുക്കരുത്, കൊക്കിന് ജീവനുള്ള കാലത്തോളം. പിള്ളേരോട് എന്ന് പറഞ്ഞു കൊടുത്തത്, ഒരു കാരണവശാലും നീ അവസാനം ഇവർ തമ്മിൽ രമ്യതപ്പെടുമ്പോൾ അപ്പനും മോനും അല്ല അമ്മയും മോളോട് പറയും. എന്നാലും നമ്മൾ നാളെ ഒരു ചെറിയ അഭിപ്രായത്തിൽ ചെന്നപ്പം അയാൾ പറഞ്ഞു വന്നത് പിന്നെ അവരൊരു തീരുമാനം എടുക്കും. ഇനി അയാളെ കണ്ട അന്നേരം നമുക്ക് അങ്ങനെയുണ്ട്, വല്ല കാര്യമുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരമ്മയും മോനുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഒത്തിരി കാര്യമുണ്ടോ, അല്ല ഒരു സംഭവം പറഞ്ഞതോടെ ഞാൻ പറഞ്ഞു, മോനാ ക്ഷമിക്കണം, നിങ്ങളല്ലാതെ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? നിങ്ങളാ ക്ഷമിക്കേണ്ടത്. അവനോട് എന്ന് പറഞ്ഞു കൊടുത്തരാ, കാശ് കൊടുത്താൽ ചിലപ്പോൾ അമ്മയെ കിട്ടും, പക്ഷെ നിന്റെ അമ്മയോളം വെക്കുകയല്ല. നാട്ടിലൊരു ചിലുണ്ട്, ഉപ്പോളം വെക്കുക, ഉപ്പിലിട്ടത്. സ്തോത്രം. അതുപോലെ മക്കളോടും വേറുകൃത്യം ഒന്നും കാണിക്കരുത്. അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങളുടെ ഒരു ജോർച്ചാനുണ്ട്, വെൺമണി ജോർച്ചാൻ. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പിള്ളേക്ക് 3-4 പിള്ളേർ, നല്ല പിള്ളേരാണ്. ജോർച്ചാൻ നല്ല മനുഷ്യനാണ്, വെൺമണിയിൽ. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പം പറഞ്ഞു, മക്കൾ 4 പേര്. അപ്പം പിള്ളേരെല്ലാം എനിക്ക് എല്ലാവരും ഒരുപോലാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് എല്ലാവരും എൻ്റെ മക്കളല്ലേ. എന്നിട്ട് പുള്ളി അത് പറയാനാണ്. പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ചക്കരയ്ക്ക് അകവും പുറവും തോന്നുന്നു. ചക്കരയ്ക്ക് ചക്കര എവിടെ കടിച്ചാലും മധുരമാണ്. നിങ്ങൾക്ക് കൂടി കിട്ടിയല്ലോ. ഒരു കൃത്യം ഒന്നും പാടില്ല. ഒരു കൃത്യം യാക്കോബ് ഒന്ന് കാണിച്ചു, യോസേഫിന് നല്ല അങ്കി കൊടുത്തു. അന്ന് മുതൽ കുടുംബത്തിൽ പ്രശ്നം തുടങ്ങി, അല്ലേ? അപ്പന് അങ്കി കൊടുക്കാൻ കാര്യം ഈ ദുശ്രുതി എന്നോ ഒരു ന്യൂസ് കൊടുക്കുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എന്താ ഇതെല്ലാം അവിടെ ദുശ്രുതി. അങ്ങനെ അവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്ന ദൂന്നിട്ടിട്ട് 2 കുത്തുണ്ട്. അത് വലിയ വിഷയമാണ്. നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഒന്ന് വായിച്ചേ, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ദുശ്രുതി. അങ്ങനെ 37-ാം അധ്യായത്തിലല്ലയോ ഉൽപ്പത്തി, ദൂന്റെ പറയാൻ 2 കുത്തുണ്ട്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അല്ലേ? 32-1 മുതൽ താഴോട്ട് പഠിക്കുമ്പോഴല്ലേ, വായിക്കുമ്പോഴല്ലേ ദുശ്രുതി ഇല്ലേ? എന്റെ ബൈബിളിൽ ഉണ്ടായിരുന്നു, ഞാൻ നോക്കാം. ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപ്പായുടെയും പുത്രന്മാരോടുകൂടി ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി. അതാ ആ ദൂന്റെ അവിടെ 2 കുത്ത് കിടപ്പില്ലേ? അത് വലിയ വിഷയമാണ്. ദുശ്രുതി എന്ന് പറഞ്ഞാൽ നല്ല ശ്രുതിയല്ല, അതാ സുശ്രുതിയല്ല, ദുശ്രുതിയാണ്. അത് കേട്ടാൽ അങ്ങനെ ആത്മീക വർധനയൊന്നും വരികയില്ല. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണർവ് ഭംഗമേ വരും. സ്തോത്രം. പക്ഷെ അപ്പച്ചന് ഇത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന്. അതുകൊണ്ട് അപ്പച്ചൻ നല്ലൊരു അങ്കി കൊടുത്തു.
അന്ന് മുതൽ വീട്ടിൽ പ്രശ്നമായി. അന്ന് മുതൽ പ്രശ്നമാണ്. സ്തോത്രം. എന്ത് വൈതരണി ഉണ്ടാകും. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം മൈക്ക് എൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തന്നാൽ നിങ്ങളും പറയും. ഇന്നിപ്പോ തരത്തില്ല. എൻ്റെ എൻ്റെ അമ്മ ചെയ്ത ഒരു കാര്യം, നിങ്ങളുടെ അമ്മമാരും അങ്ങനെ. ഒരിക്കലും ഒരു മുട്ടായി എനിക്കൊരാൾ തന്നു, ഒരു മുഴുത്ത മുട്ടായി. ഞാനതുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്തോടാ കയ്യിരിക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുട്ടായി. ആര് തന്നു? അങ്ങനെയൊക്കെ ചോദിക്കും. ആര് തന്നു? പിന്നെയാണ്. എത്ര എണ്ണം ഉണ്ടോ? ഒന്ന്. ഇനി കൊണ്ടുപോവാ. അന്നേരം മേടിച്ചു. നിസ്സാരമായ മേടിച്ചു. ഇപ്പോൾ ഓർക്കുന്നു, ന്യൂസ് പേപ്പർ എടുത്തത് പൊതിഞ്ഞു. ആ പിച്ചാത്തി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചെറിയൊരു പ്ലേസ് അവിടെ ഈ മുട്ടായി വെച്ചിട്ട് ആ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ അമ്മ തന്നെ 4 പോകണം. നോക്കി നിൽക്കും. 4 പോകണം. പേപ്പർ തുറന്നു വെച്ചാൽ ഒരു കഷണം എടുത്തിരിക്കുന്നതാണ്. ഞങ്ങൾ 4 മക്കളാണ്. 3 കഷണം മാറ്റി വെച്ച് അവർക്ക് 3 പേരും കൂടെ കൊടുത്തു. അവരത് ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഞാനിപ്പോഴും മറന്നിട്ടില്ല. എത്ര വർഷം കഴിഞ്ഞ് ഞാനിപ്പോഴും മറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ, നിങ്ങൾ ചിലപ്പോൾ യോജിക്കത്തില്ല, പലരും യോജിക്കത്തില്ല. ഇപ്പോഴും ഞാനും അങ്ങനെയൊക്കെ തന്നെ, കഴിവിന്റെ പരമാവധി. സ്തോത്രം. ചിലടത്താണെങ്കിൽ അമ്മ, എല്ലാവരുടെ കാര്യമല്ല, ചിലടത്ത് അമ്മ ചോദിക്കും, എന്തുവാടാ കഴിക്കുന്ന മുട്ടായി? എത്ര എണ്ണം ഉണ്ട്? 1. വേറെ ഇല്ലേ? എന്നാ പെട്ടെന്ന് അത് കഴിച്ചു, അവര് വരുന്നതിന് മുന്നേ. ചിലരങ്ങനെ പറഞ്ഞു കൊടുക്കും, പെട്ടെന്ന് കഴിക്കും. പിള്ളേരല്ലേ, അപ്പൊ ചിലപ്പോൾ മായിലിട്ട് കഴിക്കുന്ന മറ്റവൻ വരുന്നതേ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്നിട്ട് ചവച്ചിറക്കിയിട്ട് അനിയനോ പെങ്ങളോ വരുമ്പോൾ നമ്മൾ, അപ്പൊ അവര് ചോദിക്കും, എന്തുവാണ്? പിന്നെ അത് അലോക്യമാകുമല്ലോ അല്ലേ? വേറെ കൃത്യം പാടില്ല. യോബ് അങ്ങനല്ലേ ചെയ്തേ? എല്ലാവർക്കും ഒരുപോലെ കൊടുത്തില്ലേ? പെമ്മക്കും കൊടുത്തമ്മ. നിങ്ങൾ ചിന്തിക്കുക, പാസ്റ്റർ പയ്യ കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതാണ്. ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ. സ്തോത്രം. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. ദൈവം നമുക്ക് തരുന്ന 2, 3, 4, 5 എത്രയുള്ളൂ ദൈവം തന്നത്. അത് ശുശ്രൂഷയുടെ ഐക്യത. ഇങ്ങനെല്ലാം വിടുതൽ കിട്ടി. 6-ാം അധ്യായത്തിൽ പ്രശ്നം പരിഹരിച്ചു. 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, സ്തെഫാനോസിനെ ശുശ്രൂഷയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തു. 7-8 അധ്യായം പഠിക്കുമ്പോൾ സ്തെഫാനോസിന്റെ ശുശ്രൂഷയും ഒടുവിൽ അദ്ദേഹത്തെ കൊന്നു. ആദ്യത്തെ രക്തസാക്ഷി. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസിനെ ദൈവം തെരഞ്ഞെടുക്കുക. ശൗലിനെ ഡമസ്കസിന്റെ പടിക്ക് വെച്ചു. പ്രാർത്ഥനക്കാരെ കൊല്ലാൻ നടന്നവൻ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതാ യേശുവിന്റെ മഹിമ. ഈ മാർഗക്കാരെ കണ്ടാൽ വീട് കയറി കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡമസ്കസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പ്രാർത്ഥന. ഈ മാർഗക്കാരുടെ വീട് കയറി കൊല്ലാൻ നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. സ്തോത്രം. പ്രാർത്ഥനക്കാരെ കൊല്ലാൻ നടന്നവനാ. അനന്യാസോട് പറഞ്ഞു, പെട്ടെന്ന് അവിടെ ചെല്ല, അവൻ പ്രാർത്ഥിക്കുന്നു. ഇതല്ലേ മാനസാന്തരം? സ്വഭാവത്തിന്റെ വ്യത്യാസം കണ്ടോ? ഒന്ന്, പ്രാർത്ഥനക്കാരെ കൊല്ലാൻ നടന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2, ഈ മാർഗക്കാരുടെ വീട് കയറി ഉപദ്രവിച്ചവൻ ഇപ്പൊ ഈ മാർഗക്കാരുടെ വീട്ടിൽ താമസിക്കുക. സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത, മഹിമ എത്ര വലുതാ! പോലീസിന്റെ രാത്രിക്കോ തത്വസംഹിതകൾക്കോ
ആമേൻ. മറ്റേ അദ്വൈതങ്ങൾക്ക് ഒന്നും വ്യത്യാസം വരുത്താൻ കഴിയത്തില്ല. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഉള്ളൂ. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. ഇത് സുവിശേഷത്തെ കൊണ്ടുപോകും. എന്തിനേറെ 9-ാം അധ്യായം അതാണ് അവിടുത്തെ പ്രധാന വിഷയം. 10-ാം അധ്യായത്തില് ഒറ്റയടിക്ക് സാമ്രാട്ടിനെ തീർത്തു. സ്തോത്രം. 11-ാം അധ്യായവും 12-ാം അധ്യായവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ശൗലിനെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുക. 12-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രസംഗം, ഇസ്രായേൽ ചരിത്രങ്ങളെല്ലാം പറഞ്ഞ് പ്രസംഗിക്കുക. 13-ാം അധ്യായത്തിൽ സഭയിൽ ഉപവാസ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കണം. അങ്ങനെ വേർതിരിച്ചു. അങ്ങനെ അവരെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് ഇവര് അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയിലെത്തിക്കഴിഞ്ഞ് അവിടെ പ്രസംഗിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ താഴോട്ട് വായിച്ച ആ കണ്ണിക മുതൽ താഴോട്ട് കിടക്കുന്നത്. അന്ത്യോക്യയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയമായപ്പോൾ അവിടെ പള്ളിയിൽ ചെന്നു. അപ്പം നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ലേറ്റിങ്ങനെ വായിച്ച് മേളിലത്തെ കണ്ണിക വായിച്ചു. പൗലോസും കൂടെയുള്ളവരും അവിടുന്ന് കപ്പൽ നീക്കി ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. പിന്നെ അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു. യോഹന്നാൻ അവിടെ വെച്ചങ്ങ് വിട്ടുപിരിഞ്ഞു. പിന്നെ അടുത്തതാ അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. അപ്പൊ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. അടുത്തത് ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പുസ്തകം വായിച്ചെന്ന അർത്ഥം വായിച്ചു. പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും പ്രബോധനം പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളുടെ ഭാഗം തീർന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾക്കുക. ഇവരോട് പറയും, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ. ബഹുമാന പുരസ്കരമാ സംസാരിച്ചത് എന്ന് പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടാ. ഇസ്രായേൽ പുരുഷന്മാരും ഗുണം പിടിക്കാത്തവനെ കേൾക്കണമെന്നല്ല തുടങ്ങിയത്. അങ്ങനെ തന്നെ പള്ളി പറയാനും ഒക്കത്തില്ലല്ലോ. ഇന്നലെ പറഞ്ഞ പോലെ, ഉച്ചവണ്ടിയിൽ മാമൻ പറഞ്ഞ പോലെ, നിങ്ങൾ ദൈവഭക്തിയുള്ളവരാ. ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന നമുക്കായി നമുക്ക് ഭക്തി ഇല്ല. നമുക്ക് ഭക്തിയുടെ വേഷമേ അത്ര ഉള്ളൂ. ധാരാളം ഭക്തന്മാരുണ്ട്. ഞാനിത് പറഞ്ഞാൽ വിവാദമൊക്കെ ആകുമെങ്കിലും പറയാതിരിക്കാനൊക്കെ തന്നെ. നിങ്ങൾ ഹൈന്ദവരായ ചില സ്നേഹിതരെ ശ്രദ്ധിച്ച് എന്ത് ഭക്തിയാണെന്നറിയാം. അവർക്ക് ഭയങ്കര ഭക്തിയാണ്. ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ കയറിയ വളരെ ഭക്തിയോടെ അവരിടപെടുന്നത്. സംസാരവും ആ നിപ്പും. ഞാൻ അമ്പലത്തിൽ പോയ സമയത്തൊക്കെ അങ്ങനെ കുറച്ചു കാര്യം എനിക്കറിയാം. ആ നട തുറക്കുന്ന സമയത്തൊക്കെ എന്ത് ഭക്തിയോടാണ് നിൽക്കുന്നത്. വേറൊരു കാര്യത്തിൽ ഇടപെടുകയല്ല, നട തുറക്കുകയല്ലേ. അപ്പൊ അതിങ്ങനെ വളരെ കണ്ണുമൊക്കെ അടച്ച കയ്യുമൊക്കെ കൂപ്പിയാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവമാണ്. വളരെ ഭക്തിയോടെ ആ നട തുറക്കുന്ന സമയത്ത് കണ്ണുനീരോടാണ് നോക്കി ഭക്തിയോടെ തൊഴുത് നിൽക്കുന്നത്. ഭക്തിയാണ്. അങ്ങനെയുള്ള ഭക്തി ഇത് പ്രശ്നമാകുന്നില്ല. കത്തോലിക്കരാകുന്ന സഹോദരങ്ങൾ ഭയങ്കര ഭക്തിയാണ്. അവർ പള്ളി വളരെ ഭക്തിയാണ്. കുർബാനയുടെ സമയത്തൊക്കെ എന്തോ ഭക്തിയാണെന്നറിയാം. നല്ല ഭക്തി. ഭക്തി ഇല്ലാത്തത് ഈ പെന്തിക്കോസുകാർക്കാണ്. എല്ലാവരുടെയും കാര്യമല്ല. ഇവിടെ വന്നിരിക്കുമ്പോഴും മൊബൈലിൽ കളിക്കുകയല്ലേ അല്ലേ? ഇവിടെ വന്നിരിക്കുമ്പോഴും അതെ, അന്നേരം സൈഡ് ബിസിനസ് അല്ലേ?
ചിലര് കാലുമേ കാലുമൊക്കെ വെച്ച് ഇങ്ങനെ വിറപ്പിക്കുന്ന കാണാം. സമയത്തിന് വന്നിരിക്കുന്നതാണ്. കാലുമേ കാലുമൊക്കെ ഞാൻ വലിയ പുള്ളിയാന്നുള്ളതാണ്. ഒടുവിൽ രണ്ട് കാലിങ്ങനെ അവർ കൂട്ടിപ്പിടിച്ച് അറ്റത്തൊരു കെട്ടും കെട്ടും ഈ വിറപ്പിച്ച പുള്ളിയെ. പെട്ടിക്കകത്ത് കണ്ടിട്ടില്ലേ? ഇവിടെ പിന്നെ ഷൂ ഒക്കെ ഇടുന്നോണ്ട് കെട്ടാനൊക്കില്ല, നാട്ടിൽ കെട്ടും. പിന്നെ താഴെ ഇറക്കാൻ നേരത്ത് പറഞ്ഞ് അഴിച്ചേ വിട്ടാക്കാൻ പറയും. അങ്ങനെയുള്ള ആൾക്കാർ കാലുമേ. ഈയിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സഹോദരിയാ ഫ്രണ്ടിൽ ഇരിക്കുക, കാലുമേ കാലുമൊക്കെ വെച്ച്, കാലുമേ കാലുമൊക്കെ വെച്ച് ആരാധനയ്ക്ക് ഇരിക്കുക. ആരാധനയ്ക്ക് തന്നെയാണോ എന്ന് നമുക്ക് ആര് പറയാനാ? വാസമാർക്കും എല്ലാം പറയാൻ പറ്റുമോ? എന്നോടൊരാൾ പറഞ്ഞു, അച്ഛാ തോക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവന്റെ വെടികൊണ്ട് തീരാൻ ആ പുള്ളി വിധിച്ചു വെച്ചേക്കുന്നെങ്കിൽ നടക്കട്ടെ, അല്ല തന്നെ മിട്ടാനൊക്കത്തില്ല. പക്വതയൊന്നുമില്ല, പക്വതയില്ല. ചിലര് എല്ലാവരുടെയും കാര്യമല്ല. സൺഡേ വരുന്നത് നാട്ടിൽ പോയപ്പോ എടുത്ത വസ്ത്രത്തിന്റെ പ്രദർശനത്തിന് വരുന്നതാണ്. എല്ലാവരുടെയും കാര്യമല്ല. നാട്ടിൽ പോയപ്പോ കുറച്ച് എടുത്തു, അല്ല എടുത്തുവോ? എടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. എന്റെ വീട്ടിൽ നല്ലല്ലോ, എന്റെ കാറ്റുമല്ലോ. നിങ്ങളെടുത്തു, ഇനിയും പോയെടുത്തു. പക്ഷെ അത് സൺഡേ വരുമ്പോ വന്നിട്ട് പ്രദർശിപ്പിക്കണം. അപ്പൊ ചെല്ല് ഇറങ്ങി വരുമ്പോ ചോദിക്കും, നല്ലതായിരുന്നു കേട്ടോ. ഇപ്പൊ പിള്ളേര് കാണിക്കല്ലേ, എവിടെ നിന്നായിരുന്നു എന്നാ പറഞ്ഞ ഞങ്ങളത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ കയറി എന്ന് പറഞ്ഞ് ഷീമാട്ടി. ഇവര് ഷീമാട്ടില്ല. തമാശാന്ന് വിളിച്ച് പറയണം, ഞങ്ങൾ നാട്ടോട്ട് പോകുന്നുണ്ട് ഒക്കെ തന്നെ ഷീമാട്ടിലൊന്ന്. അതെ 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 അതെ. രാവിലെ കടലോട്ട് കയറിയാ വൈകുന്നേരം അതിൽ ഇറങ്ങി വരികയല്ലോ. ഞാൻ ഞങ്ങളുടെ സഭയിലെ പിള്ളേർക്ക് ഈ വെള്ള ഡ്രസ്സ് മേടിക്കാനായിട്ട് അവിടെ കയറി. അപ്പം ഞാൻ കയറിയപ്പം ഒരാൾ, നമ്മുടെ ഒരു അച്ചായനെ ആ സെറ്റിയെല്ലാം കിടക്കുക, പുളിമൂട്ടില് കിടക്കുക. ഞാൻ രാവിലെ വന്ന പെമ്പളെ പിള്ളേരും എല്ലാം മേളിൽ കയറിയിരിക്കുക. പുള്ളി അവിടെ നിന്ന് കിടന്ന് ഇരുന്ന് പുള്ളി പാദം വന്ന് അവര് 10-12 ജ്യൂസ് കൊടുത്ത് അത് കുടിച്ച് പാദം വന്ന് അവിടെ കിടക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓ 7:30 ആയാലും പോകുമെന്ന്. എല്ലാവരുടെയും കാര്യമല്ല. ചിലര് അതൊന്ന് പ്രദർശിപ്പിക്കണ്ടേ? അപ്പൊ ആൾക്കാർ ചോദിക്കണം, കൊള്ളാം കേട്ടോ, ദൈവത്തിന് മഹത്വം. എല്ലാവരും തന്നെത്താൻ ശോധന ചെയ്താൽ മതി കേട്ടോ. അടുത്തിരിക്കുന്ന കാര്യം വിധിക്കണ്ട. അയ്യോ പുള്ളിക്ക് നന്നായിട്ട് കിട്ടി, വേണ്ട നമുക്കുള്ളതൊക്കെ എടുത്താൽ മതി. ആർക്കും കൊടുക്കുമൊന്നും വേണ്ട. കണ്ണു കാണിക്കണം, നിനക്ക് കിട്ടാ, അത് വേണ്ട നമുക്ക് കിട്ടാ നിങ്ങൾ പറ. എന്നിട്ട് നമ്മളും എല്ലാവർക്കും കൊടുക്കുന്നേ. നമ്മുടെ കാര്യം അങ്ങനെ ചിന്തിക്കും. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുന്നതല്ലയോ നല്ലത്? ദൈവത്തിന് സ്തോത്രം. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം. എന്റെ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവര് പ്രതിപക്ഷ ബഹുമാനത്തോടെ ഇടപെട്ടു. പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? വേണം. പ്രതിപക്ഷ ബഹുമാനം വേണം. നിങ്ങൾ ഭക്തരാന്ന് പറയും. നിങ്ങൾ ഭക്തരാ. നമ്മളറിയുന്നത് നമുക്ക് മാത്രമാ ഭക്തി. നമുക്ക് ഭക്തി ഇല്ലെന്നുള്ളതാ പരമാർത്ഥം. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ഭക്തി ഉണ്ടോ? വേണ്ട, ഞാൻ കണ്ണടച്ചോളാം. ആരൊക്കെയാ നെഞ്ചത്ത് കൈവെക്കുന്നത്? ഞാൻ കൈവച്ചു. ഇനി കൈയെടുക്കുന്നു. ഞാൻ തിരികട്ടെ. സാറൊരു പാട്ട് പാടി, ഭക്തിയും ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ചെപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാര്,
ചെപ്പട്ടിക്കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ഭക്തിയും ഭക്തിയുടെ എല്ലാം ചേർത്തിളക്കി തരം പോരാ. നമ്മളെക്കാൾ ഭക്തിയുള്ളവരുണ്ട്. ഞാനതേ പറഞ്ഞ കത്തോലിക്ക സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പള്ളിയിൽ എന്ത് ഭക്തിയോടെ നിൽക്കുന്നത് അറിയാം. അതെ, ആ കുർബാനയുടെ സമയത്തൊന്നും യാതൊരു അപശബ്ദമൊന്നും അവിടെ ഇല്ല. മുട്ടുസൂചി വീണാൽ അറിയാം. നമ്മുടെ സഭയിലോ ഫ്രണ്ട് ഇരുന്നുണ്ടല്ലേ മൊബൈലിൽ സംസാരം, ഞാൻ സഭായത്തിലിരിക്കുക, പിന്നെ വിളിക്കണം കേട്ടോ, എന്താണ് വിശേഷം, ഭാഷ പിന്നെ വിളിക്കാം. വേറെ സ്ഥലമൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പോ പറഞ്ഞു മറ്റേ വണ്ടി താത്ത പിടിച്ചോളാൻ, വണ്ടി കച്ചവടമാണ് സഭയ്ക്കൊക്കെ തരുന്നു, സഭായം നടക്കുക. അവൻ മറ്റുള്ള താത്ത പിടിച്ചോ, ഞാൻ ഇറങ്ങി വരുമ്പോ പറയാം. ഇവന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴാത്തത് ദൈവത്തിന്റെ മഹാകരുണ. അതെ, ഇവിടെ ആകെ ഒരു 3 മണിക്കൂറല്ലേ ഇരിക്കുന്നേ, മിക്കടുത്ത് 3 ഇല്ലല്ലോ. കഷ്ടിച്ച 1.5-2 മണിക്കൂർ, അതും ഞെങ്ങി. പക്ഷെ ശാപ്പാടിന് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ, അതിനുണ്ട്. ആരാധനയ്ക്ക് അങ്ങേയറ്റം പോയി 1-2 മണിക്കൂർ, അതും വളരെ സൂക്ഷിച്ചു. അത് കറക്റ്റ് ടൈം. അങ്ങനെ തന്നെ ശാപ്പാടിന്റെ കാര്യം അങ്ങനെ പറയണം. 12:10 മുതൽ 12:50 വരെയാണ് ഭക്ഷണത്തിന്റെ സമയം. അതിനു മുമ്പ് കഴിച്ച് അതെന്നെ പറയാത്തത്. നല്ല പെരുക്കല്ലേ ഇരുന്ന് പെരുക്കുന്നേ. അല്ല, അതിന് ടൈം എനിക്ക് ആരാധനയ്ക്ക് ടൈം പറയുമ്പോൾ ഇതിനോടൊന്ന് പറയുന്നത് നല്ലതാണ്. എന്റെ പക്ഷം നിന്ന് ഇരുന്ന് നടന്നുവാ കഴിക്കുന്നേ. ഞാൻ കഴിക്കുന്നതിനെതിര് പറഞ്ഞതല്ല കേട്ടോ, കഴിക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷെ അതിന് ഒരു ടൈമും അതെ. ദൈവത്തിന് മകത്ത് നമ്മളെക്കാൾ ഭക്തി ഒത്തിരി പേരുണ്ട്. ഭക്തിയോടെ വേണം ദൈവത്തെ ഭജിപ്പാൻ. സ്തോത്രം. പുസ്തകത്തിലെ വാക്യം, നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ദൈവാലയത്തിൽ ചെന്ന്, അങ്ങനെ എഴുതിയേക്കുന്നത്. നിങ്ങളുള്ള അങ്ങനെ ദൈവത്തെ ആരാധിക്കണ്ട, ഭക്തിയോടെ. ഭക്തിയോടെ ഭക്തിയോടെ വേണം ദൈവത്തിന് മകത്വം. സങ്കീർത്തനക്കാരൻ അങ്ങനെ, നിങ്ങളുള്ള ഭക്തിയോടെ, ഭക്തി വേണം. അതെ, പൗലോസെല്ലാം പറഞ്ഞിട്ട് താഴോട്ട് പ്രസംഗിക്കുന്ന വിഷയമാണ് നമ്മൾ 17-18 വാക്യത്തിൽ വായിച്ചതോടെ വായിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. 1, നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. 2, മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ ദൈവം അവരെ വർദ്ധിപ്പിച്ചു. 3, ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ദൈവം അവരെ പുറപ്പെടുവിച്ചു. 4, ദൈവം തമ്പുരാൻ അവരെ സാധിച്ചു. അപ്പോൾ തിരഞ്ഞെടുത്തു, വർദ്ധിപ്പിച്ചു, പുറപ്പെടുവിച്ചു, സാധിച്ചു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുക. 1, ദൈവം തെരഞ്ഞെടുത്തു പിതാക്കന്മാരെ. അതിലെ തെരഞ്ഞെടുത്തതിൽ പ്രധാനപ്പെട്ട ആളാണ് അബ്രഹാം. അബ്രഹാമിന് ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി വായിക്കുന്നത് ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ അവനെ ഏകനായിട്ട് തെരഞ്ഞെടുത്തെന്ന വിളിച്ചെന്ന, ഏകനായിട്ട്. 51:2 വായിച്ച യെശയ്യാ പ്രവചനം 51:2 പെട്ടെന്ന് അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കും. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക്, നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. ദൈവം ഏകനായിട്ട് വിളിച്ച് തെരഞ്ഞെടുത്തെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദൈവം തെരഞ്ഞെടുക്കുന്നത് യോഗ്യത നോക്കിയല്ല, യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ അനുഭവമാണ്, നിങ്ങളുടെ കാര്യം എന്നെ എനിക്കറിയാൻ പറ്റില്ല. യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. എന്നേക്കാളും നല്ല, എനിക്കത് പറയാൻ തന്നെ യോഗ്യതയില്ല. എത്രയോ ഉന്നതന്മാരാ ഞങ്ങളുടെ അവിടെ.
കാവാലത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ എപ്പോഴും പറയാം, കായൽ രാജാവ് മുരിക്കൻ 3 കായൽ സ്വന്തം ചിത്തിര വാർത്താണ്ട റാണി ചോദിച്ചാൽ കേട്ടിട്ടില്ലേ? കോടിക്കണക്കിന് അന്നത്തെ പഴയ പണക്കാരാ, ഇവിടുത്തെ പുത്തപ്പണമൊന്നും അല്ല. സ്തോത്രം. പക്ഷെ ഒരു പറ കണ്ടം പോലും ഇല്ലാത്ത എന്നെ ദൈവം പുള്ളിക്ക് എല്ലാം കൂടെ ആ 3 കായലിൽ തന്നെ നോക്കിയാൽ 10,000 ചിലവാൻ ഏക്കർ. ഞാനോർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങൾ ഇതിലും വലുത് കേട്ടിട്ട് ഞെട്ടിട്ടില്ല. പിന്നെ ഒരു പറ കണ്ടം പോലും ഞങ്ങൾക്കില്ല. പക്ഷെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ വേറൊരാളാണ് സർദാർ KM പണിക്കര്. നെഹ്റു മിൽസിന്റെ അംബാസഡർ. അയാൾ മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, ലളിതപത്മിനി രാഗിണി. അദ്ദേഹത്തിന്റെ അനന്തരവന കാവാലം നാരായണ പണിക്കർ, അദ്ദേഹത്തിന്റെ മോഹന കാവാലം ശ്രീകുമാർ. എല്ലാം വലിയ പ്രഗത്ഭരാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കസിനായിരുന്നു ഡോക്ടർ അയ്യപ്പ പണിക്കർ. വലിയ ഉന്നതന്മാരാണ്. പക്ഷെ ഒരു യോഗ്യതയില്ലാതെ എന്നെ തെരഞ്ഞെടുത്തു. കുട്ടനാട്ടിൽ ഒത്തിരി പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ഇഷ്ടം എന്തും വേണ്ട. മങ്കമ്പിൽ സ്വാമി, ഭൂമി എവിടാന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ മേലെ ചാർട്ടുമായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഭൂമി എവിടെയൊക്കെയാണ് കിടക്കുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട ആളാ ഹരിത വിപ്ലവത്തിന് നാന്ന് കുറിച്ച് അടുത്ത കാലത്താണ് കടന്നു പോയത്. MS സ്വാമിനാഥൻ. എന്തോ ഉന്നതനായ മനുഷ്യനാണ്. പക്ഷെ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത എന്നെ തെരഞ്ഞെടുത്തു. 10 ജയിച്ചിട്ടൊന്നുമില്ല വാമച്ച. ഓ നാളെ പറഞ്ഞോ നിപ്പം പാവം കണ്ട കൂട്ടി വായിക്കാൻ അറിയാൻ മേല ദൈവം തെരഞ്ഞെടുത്തു. അവിടെ IC ചാക്കോ എന്ന് പറയുന്ന ഒരാളുടെ മൺമറഞ്ഞ ആളാ, പുളുമുന്തൽ IC ചാക്കോ. അയാള് അന്നത്തെ കാലത്ത് ലണ്ടനിൽ പോയി പഠിച്ച ആളാണ്. 1800 ലണ്ടനിൽ പോയി പഠിച്ചെന്ന് ഭൂഗർഭശാസ്ത്രത്തെ പറ്റി. അതിനെന്താ പറഞ്ഞ ജിയോഗ്രഫി ഇരിക്കട്ടെ. 800-കളിൽ അയാൾ 60 കൊല്ലം മുമ്പ് പറഞ്ഞതാ കുട്ടനാട്ടിൽ വെള്ളത്തിന് ക്ഷാമം വരുമെന്ന്, കുടിവെള്ളം. അന്നേരം ആൾക്കാർ അയാൾക്ക് വട്ടാന്ന്, ലണ്ടനിൽ പോയതിന്റെ വട്ടാന്ന്. ഇപ്പൊ താണ്ട ഭയങ്കര ക്ഷാമം. അപ്പൊ അന്ന് എന്ത് ജ്ഞാനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അവര് കൊള്ളുകൾ അവരെല്ലാം ഉന്നതന്മാരാ, ലോകപരമായിട്ട് ഉന്നതന്മാരാ. പക്ഷെ യാതൊരു ഗുണവും മണവും ഇല്ലാതിരുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പം യോഗ്യത നോക്കിയല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. അതെ ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊക്കെ അമേരിക്കയിൽ വന്നത്, ഞാൻ വിസിറ്റിങ്ങിന് വന്നത് വലിയ അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിപ്പോൾ മൈക്ക് തന്നാൽ നിങ്ങൾ കണ്ണിക്കും, അതെനിക്കറിയാം. പക്ഷെ ഞാൻ വന്നത് അത്ഭുതമാണ്. പിന്നെ എനിക്ക് ഒപ്പിളാം, ഞാൻ വലിയ അത്ഭുതമാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, നിങ്ങൾ കണ്ണിച്ചാലും കൊള്ളാം, ചോദിച്ചാലും കൊള്ളാം. ഒന്ന്, നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും അല്പം കുടുംബശ്രേഷ്ഠതയുള്ളവരാ ഉണ്ട്. ഇപ്പോഴും അത് നിങ്ങൾ പറയാറുമുണ്ടല്ലോ, ഇല്ലേ? പറ നിങ്ങൾ എന്തായാലും പറ. ഓ എൻ്റെ ഭാഷയിൽ കൂടുതലാത്തൊരു കുടുംബത്തിലാണെന്ന് അച്ഛൻ പറയുമോ? ഇല്ലേ? അച്ഛൻ പറയുമോ? ഇല്ല. ഞാൻ പറയും. പിന്നെ നിങ്ങൾക്കൊക്കെ ചിലർക്ക് നല്ല കളറും ഉണ്ട്. നല്ല കളറല്ലേ? കാണിച്ചു കാണും. എന്തിനാ കാണുന്നത്? മോത നമ്മി നോക്കിയാൽ പോലെ. തന്നെയല്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്. രാവിലെ എന്നെ പട്ടിയോട് വരെ ഇംഗ്ലീഷിലാണ് പറഞ്ഞു, ഞാൻ കേട്ടു. പട്ടിക്ക് വരെ
എനിക്ക് അതുപോലും അറിയില്ല. ഞാൻ അവിടെ അമ്മാമ്മ പട്ടിയോട് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. എന്തോ അമ്മാമ്മ പറഞ്ഞ ഏതാണ്ട് പറഞ്ഞ അമ്മാമ്മ പട്ടിയോട് എന്തോ പറഞ്ഞു. പട്ടി എന്നെ നോക്കി കുറച്ചപ്പോൾ പട്ടിയോട് ഇംഗ്ലീഷിലാണ് പറഞ്ഞു. അമ്മാമ്മ ഇങ്ങോട്ട് നോക്കി പറ എന്തോ ഭാഷയോടൊക്കെ ചെല്ലാതുണ്ടോ അങ്ങനെയാണോ പറഞ്ഞത്. പറഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ പട്ടിക്ക് വരെ ഇംഗ്ലീഷ് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്നതിന് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ വന്നത് അത്ഭുതമാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, എന്റെ ബന്ധുക്കാരും വിടില്ല. നിങ്ങളുടെ ആരുടെയൊക്കെ ബന്ധുക്കാരുണ്ട്. ഉണ്ടുണ്ട്. ഒന്നേ മക്കളല്ലേ, ചേട്ടത്തിയല്ലേ, അനിയത്തിയല്ലേ, ആങ്ങള. അമ്മാമനോട് പറഞ്ഞ എന്റെ ആങ്ങളെയാണ് ഇവിടെ ചോദിച്ചാൻ കാരണമാ സഹോദരങ്ങളല്ല ഇവിടെ വന്നത്. ആനിമാമ കാരണമാ തോമാച്ചൻ ഇവിടെ വന്നത് അല്ലേ? പിന്നെ മുഖാന്തരമുണ്ട്. പാറാട്ടുകാർ വന്നത് ചേട്ടൻ വന്നതുകൊണ്ടല്ലേ? അതാ. അമ്മ എത്ര കുറഞ്ഞ കുടുംബത്തിലല്ലേ വെട്ടിയില്ലേ ആ വല്യമ്മ. അതെ, ഓണച്ചാന്റെ മക്കളാ. പുള്ളി ദോഹ ഖത്തറിൽ വർഷങ്ങൾ ജോലി ചെയ്ത ആളാ അദ്ദേഹത്തിന്റെ പിതാവ്. അങ്ങനെ നിങ്ങൾക്കല്ല എല്ലാം. പിന്നെ ചെല്ലു വന്ന് IT പഠിച്ചു. എനിക്കത് എഴുതാൻ പോലും അറിയാം. നിങ്ങൾ വന്നത് വലിയ അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ വന്നത് അത്ഭുതമാണ്. അമേരിക്ക വന്ന ചരിത്രം മാത്രമല്ല വരെ പറഞ്ഞത്, അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തു. യോഗ്യത ഉള്ളത് കൊണ്ടല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ആട്ടെ, 12:26 12:30 നിർത്തേണ്ടത്. 4 മിനിറ്റ് ഉണ്ട്. ഒരു പാട്ടിന്റെ ഈരടി പാടി കൃത്യസമയത്ത് നിർത്താം. അതാ നല്ലത്. മതി, ഇത്ര മതി. ഇത് മതി. ഭാഗ്യം ദൈവം അനുവദിക്കാതെ വൈകിട്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവം ദൈവം നമ്മെ തെരഞ്ഞെടുത്തല്ലോ, ദൈവം നമ്മെ വീണ്ടെടുത്തല്ലോ, ദൈവം നമ്മെ രക്ഷിച്ചല്ലോ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിന്റെ 2 വരി. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഓ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ അവൻ സ്വന്തരക്തം നമുക്കേകിയ പരമപിതാവിനെ സ്തുതിപ്പാൻ. കൈയടിച്ച് ചേർന്ന് ഓ പരമപിതാവിനെ
വെച്ചാൽ വൈകിട്ട് നമുക്ക് വീണ്ടും വചനം ധ്യാനിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മെ കേൾപ്പിച്ച ദൈവികാലോചനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ തന്നെ ആ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവം